ബഹുമാനപ്പെട്ട ഡാൻസനച്ചൻ. അദ്ദേഹം പാവർട്ടി സ്വദേശിയാണ്. പാവർട്ടി സെൻറ് ജോസഫ് ഹൈസ്കൂളിൽ പഠിച്ച് CMI സന്യാസ സഭയിലേക്ക് വന്നിട്ടുള്ള ഒരു നല്ല വൈദികൻ. എനിക്ക് ഡാൻസനച്ചനെ പരിചയം 1966 ഞാൻ SSLCക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരം. ആ അവസരത്തിലാണ് ബഹുമാനപ്പെട്ട ഡാൻസനച്ചൻ ഞങ്ങൾ റെക്ടറായിട്ട് എൽത്തുരുത്ത് അസ്പയറൻസ് ഹൗസിലേക്ക് വരുന്നത്. SSLCയിൽ നല്ല മാർക്ക് വാങ്ങിക്കണമെന്ന് ഞങ്ങളോട് അദ്ദേഹം ഉപദേശിച്ചിരുന്നു. അങ്ങനെ 3-4 മാസം ഉണ്ടായിരുന്നുള്ളെങ്കിലും ഡാൻസനച്ചൻ്റെ കൂടെയുള്ള അവിടുത്തെ ജീവിതം ഞാനിപ്പോഴും ഓർത്തു പോകുന്നു. ആത്മീയ മനുഷ്യൻ, അതുപോലെ തന്നെ കുട്ടികളെ ധാരാളമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിത്വം. അമ്പഴക്കെട്ട് വച്ചാണ് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാനായിട്ട് ഇടവന്നത്. അവിടെ ബഹുമാനപ്പെട്ട ഡാൻസനച്ചനും ബഹുമാനപ്പെട്ട പോൾ ബ്ലേസച്ചനും ഗുരുക്കന്മാരായിരുന്നു. ഞാൻ അവരെ സഹായിക്കുവാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട ആളാണ്. അന്നാണ് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത് ഡാൻസനച്ചൻ്റെ ആധ്യാത്മികത, സ്പിരിച്വാലിറ്റി. അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ മിക്കപ്പോഴും കാണുവാനായിട്ട് സാധിച്ചത് ആ നവസന്യാസ ഭവനത്തിൻ്റെ ചാപ്പലിൽ പ്രാർത്ഥനാരൂഢനായിട്ട് കൈകൾ കൂപ്പി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ചിത്രമാണ്. എല്ലാവരെയും അദ്ദേഹം അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു. ആ സ്നേഹത്തിൽ നിന്ന് ഉത്ഭുതമായിരുന്ന അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥന, ആത്മീയതയുടെ ഉറവിടം അല്ലെങ്കിൽ ആധ്യാത്മികത്തിൻ്റെ ആ സ്പിരിറ്റ് മനസ്സിലാക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. മാത്രമല്ല ഡാൻസനച്ചൻ യാത്രയാമങ്ങളിലും ധാരാളമായിട്ട് പള്ളിയിൽ പോയി, അല്ലെങ്കിൽ നവസന്യാസ ഭവനത്തിലെ ആ ചാപ്പലിൽ പോയി ഈശോയോട് പ്രാർത്ഥിക്കുന്നതായുള്ള ചിത്രം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം ഞങ്ങളുടെ പക്കലേക്ക് വരുമ്പോൾ ആധ്യാത്മികത മുഴുവൻ പ്രസരിപ്പിച്ചുകൊണ്ട് അതിൽ നമ്മളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ സംഭാഷണം വളരെ അനുഭവവേദ്യമായിരുന്നു, വളരെ ആകർഷകമായിരുന്നു. അങ്ങനെ ആധ്യാത്മിക മനുഷ്യനായിരുന്നു ബഹുമാനപ്പെട്ട ഡാൻസനച്ചൻ. അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികത മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട്, മറ്റുള്ളവർക്ക് നൽകുവാനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചിരുന്നു. കുട്ടികൾക്ക് മാത്രമല്ല അവിടെ അദ്ദേഹം ഉത്സാഹിപ്പിച്ചിരുന്നു. വൈദികർ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പക്കൽ കുമ്പസാരിച്ചിരുന്നു. അവർക്കൊക്കെ ഈ ആത്മീയത അദ്ദേഹം പങ്കുവച്ചിരുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു സംഗതി, വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള പഠനം, അതുപോലെ തന്നെ സാക്രമെന്റ്സ്, കുദാശകളെ പറ്റിയുള്ള പഠനം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അത് മറ്റുള്ളവർക്ക് അതിൻ്റെ ഫലം നൽകുവാനായിട്ട് സാധിക്കും, നല്ല കാഴ്ചപ്പാടുണ്ടാക്കുവാനായിട്ട് സാധിക്കും, നല്ല സമൂഹത്തെ വളർത്തുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ആധ്യാത്മിക മനുഷ്യൻ, അതുപോലെ തന്നെ മറ്റുള്ളവരെ നയിക്കുക, മറ്റുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ബഹുമാനപ്പെട്ട ഡാൻസനച്ചന് നമോ വാഴ്ത്തണം.